ഹലോ, അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. വേറെ ഒന്നുമല്ല, ഞാനിങ്ങനെ ഞങ്ങൾ കാവ്യയുടെ കസിൻ സിസ്റ്ററിൻ്റെ വെഡ്ഡിങ്ങിൻ്റെ പ്രീ ഷൂട്ടിനായിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് വന്നു. അമ്പലമായിരുന്നു കേട്ടോ അവിടെ. അമ്പലവും നല്ല നെൽകൃഷിയൊക്കെ ആയിട്ട് നല്ലൊരു സ്ഥലം. അത് കണ്ടപ്പോൾ എനിക്കത് എടുക്കാതിരിക്കാൻ തോന്നിയില്ല. ഒരുപാട് നാളുകൾക്ക് ശേഷം കാണാൻ തോന്നുന്നു ഇങ്ങനൊരു സ്ഥലം. ഞങ്ങളുടെ ഭാഗത്തൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഷൂട്ടിന് വന്നപ്പോൾ ജസ്റ്റ് അമ്പലത്തിൽ നിന്ന് അവിടുന്ന് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. അപ്പം ഞങ്ങൾ പിന്നിക്ക് വന്നപ്പോൾ നല്ല അടിപൊളി നെല്ലും നല്ലൊരു മലയാള തനിമയിലുള്ളൊരു കേരള ഭംഗി നമുക്കവിടെ കാണാൻ കഴിയും കേട്ടോ. അപ്പം അവളാണ് കല്യാണം പെണ്ണ്, ഞാനും കസിൻസോളം എല്ലാവരും കൂടി, അനിയനും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ അവിടെ ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ അവിടെ ഒരു കുളമുണ്ട്, അമ്പലത്തിൻ്റെ കുളമാണ് ഈ കാണുന്നത്. അതുതന്നെ ഭയങ്കര വലിപ്പമുള്ള കുളം. നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റും. ഒരുപാട് ലൊക്കേഷൻസ് തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടും കേട്ടോ. പിന്നെ ഞങ്ങൾ പോയതൊരു സന്ധ്യ ആവാൻ നേരത്താണ്. അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചം ഒരു പ്രത്യേക സുഖമായിരുന്നു അവിടെ നിൽക്കാനായിട്ട്. അപ്പാണ് ഗൈസ് കല്യാണപ്പെണ്ണ അവിടെ ഫോണൊക്കെ വിളിച്ചു വരികയാണ്. ഭയങ്കര ബിസിയാണ് കണ്ടോ. ഞങ്ങളങ്ങനെ അവിടുത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരികയാണ് കേട്ടോ. അപ്പം ഞാനും കുറച്ച് സിംഗിൾ ഫോട്ടോസൊക്കെ എടുത്തു. എന്തായാലും നമുക്ക് നല്ലൊരു ലൊക്കേഷൻ കിട്ടിയിരിക്കുകയല്ലേ. തിരിച്ച് വരുമ്പോൾ അമ്പലത്തിലെ ചുറ്റുവിളക്കൊക്കെ വെച്ച് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഒരു ഇരുട്ടാവാൻ ഒരു വെളിച്ചമൊക്കെ പോയി. അപ്പോൾ ഫോട്ടോസ് എടുക്കേണ്ട ആ ലൈറ്റിങ്ങൊക്കെ പോയി തുടങ്ങി. അപ്പം ഞങ്ങളങ്ങനെ ഒരുപാട് ഫോട്ടോസ് എടുത്തു കേട്ടോ. വന്ന സമയത്ത് ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്നൊക്കെ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടാണ് പാടത്തിൻ്റെ അവിടേക്ക് പോയത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവാൻ നിൽക്കുകയാണ്. ഓഡിറ്റോറിയത്തേക്കാണ് പോണത്. ഇനി ദക്ഷിണ കൊടുക്കലും ചടങ്ങുകളൊക്കെ കല്യാണ തലേദിവസം തന്നെയാണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കാവ്യ ഒരേ ബിസി ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവളറിയാതെ അവളുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ സെൽഫി എടുക്കാമെന്ന് വിചാരിച്ചൊന്ന് ചിരിച്ചു തന്നു. വീഡിയോ ആണ് പിന്നെയാണ് മനസ്സിലായത്. സന്ധ്യാനേരം അമ്പലത്തിലെ അറ്റ്മോസ്ഫിയർ ഭയങ്കര രസമുള്ള അറ്റ്മോസ്ഫിയറാണ്. അപ്പം ഞങ്ങൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റിംഗ് കേട്ടോ, ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട്. ഇതിൽ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് കണ്ടില്ലേ, നല്ല സുഖമായിരുന്നു കേട്ടോ അവിടെ ഇരിക്കാനായിട്ട്. അത് കേട്ട് നമ്മളങ്ങനെ അവിടെ ഇരുന്ന് പോവും. പക്ഷെ നമുക്ക് സമയം അത്രയും എന്നാൽ തന്നെ ഞങ്ങൾ വൈകി. പൊതുവേ ഞങ്ങളൊരു 6 മണിക്ക് ഷൂട്ടൊക്കെ കഴിഞ്ഞ് നേരെ ഓഡിറ്റോറിയത്തിൽ പോയി ദക്ഷിണ കൊടുക്കൽ ചടങ്ങുകളൊക്കെ തുടങ്ങണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ 6 മണി പോയി 6:30 ആയിട്ടുണ്ടായിരുന്നു സമയം. ഒരുപാട് വൈകി. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ധൃതിയിൽ പോവാണ്. നേരെ പോയതും ഒക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ദക്ഷിണ കൊടുക്കലും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. കാരണം പൊതുവേ ഞാൻ ദക്ഷിണ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഞാൻ ദക്ഷിണ ഇതുവരെയായിട്ട് സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ കാവ്യയുടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ടത് ചെയ്യണത്. പക്ഷേ അതെനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ അത് കഴിഞ്ഞ് അങ്ങനെ ഹൽദി പ്രോഗ്രാമിലേക്ക് കിടക്കണം കേട്ടോ. കേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങൾ ഫുഡ് കഴിച്ച് വന്ന് അതൊക്കെ കഴിഞ്ഞ് ഡാൻസും കാര്യങ്ങളും തുടങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങളുടെ വക ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാം. ഇതിൽ ഞാൻ സ്പീഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ.
കഴിഞ്ഞു. കല്യാണം ക്രിസ്മസ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ തലേദിവസം ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഒരു വൈബ് കൊടുന്നില്ലെങ്കിൽ മോശമാവില്ലേ. അപ്പോൾ അങ്ങനെ എമീനെ ചേച്ചിയുടെ കുട്ടീനെ ക്രിസ്മസ് അപ്പൂപ്പനായിട്ട് വേഷമൊക്കെ കെട്ടിച്ച് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കല്യാണ തലേ ദിവസം അവസാനിച്ചു. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബി ഹാപ്പി, സ്പ്രെഡ് ജോയ്, ഓൾവേസ് സ്മൈൽ. ബൈ ബൈ.